ശ്രീ ഷൗക്കത്ത് പള്ളിയാൽ, എന്താണ് അൻവർ ആഗ്രഹിക്കുന്നത്? ഇവിടെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകാൻ അൻവർ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. സ്വതന്ത്ര വേഷമായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം, അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അൻവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ പിണറായിസത്തെയാണോ അൻവർ എതിർക്കുന്നത്, അതോ ഈ പറയുന്ന സതീശനിസത്തെയാണോ? അതൊരു പുതിയ കാര്യമാണ്. എങ്കിൽ ഇത് രണ്ടിനെ ഏതിനെയാണ് എതിർക്കുന്നത്? ഈ അൻവർ മഞ്ജുഷിനോട് പറഞ്ഞിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് താല്പര്യമെന്ന് മഞ്ജുഷിനോട് പങ്കുവച്ചിരുന്നു. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളത് പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇന്ന് പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ടുണ്ടായ സാങ്കേതികത്വം ഏത് കൊച്ചുകുട്ടികൾക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു പാർട്ടിക്ക് മറ്റൊരു സ്റ്റേറ്റിൽ മത്സരിക്കണമെങ്കിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം 3 ദിവസത്തിനുള്ളിൽ റിക്വസ്റ്റ് കൊടുക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മത്സരിക്കാൻ തീരുമാനമെടുക്കുന്നത് 31-ാം തീയതിയാണ്. ഞങ്ങൾ മാധ്യമങ്ങളൊക്കെ ഈ വിഷയം ഒരുപാട് ചർച്ച ചെയ്തതാണ്. പിന്നെ ആളുകളെ ഞാനിതിൻ്റെ ഹെഡ്ലൈൻ നോക്കുന്ന സമയത്ത് മമതയെയും അൻവർ പറ്റിച്ചോ? അൻവർ വേറെ ആരെയാണ് പറ്റിച്ചത്? ഇവിടെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചു എന്നതിൻ്റെ പേരിൽ മാധ്യമവേട്ടയും അതുപോലെ തന്നെ സൈബർ ആക്രമണവും ഒരുപാട് കിട്ടിയിട്ടും ഒരുപാട് നടത്തിയിട്ടും ഒരു കോംപ്രമൈസും ചെയ്യാതെ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന PV അൻവറിനെ തൃണമൂൽ കോൺഗ്രസ് AITC അംഗത്വം കൊടുത്ത് കേരളത്തിലുള്ള പ്രതിനിധിയായി നിയമിച്ചു. അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള അനുവാദം കൊടുത്തു. AITCയുടെ ചിഹ്നം അനുവദിച്ചു. എൻ്റെ കയ്യിലുണ്ട്. ഇലക്ഷൻ കമ്മീഷന് AITC കൊടുത്ത റിക്വസ്റ്റ് ലെറ്റർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഒരു തരത്തിലും അടിസ്ഥാനമല്ലാത്ത വാർത്തകളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും ഈ ഒപ്പിന്റെ കാര്യം എന്താണ്? 2 ഒപ്പ് കുറഞ്ഞത് കൊണ്ടാണ് എന്നുള്ള കാര്യം വരുന്നുണ്ട്. അതിലുള്ള ശരിതെറ്റ് എന്താണ്? ശ്രീ ഷൗക്കത്ത്, എന്താണ് ഈ ഒപ്പുകളുടെ എണ്ണം കുറഞ്ഞിരുന്നോ? പിന്താങ്ങുന്നവരുടെ ഒപ്പുകൾ ഒരിക്കലും ഒരു ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ 10 ആളുകൾ പിന്തുണ നൽകി അതിൽ ഒപ്പ് ശേഖരണം ആവശ്യമാണ്. ഒപ്പിൻ്റെ ആവശ്യമുണ്ട്. അതേസമയത്ത് ഒരു പാർട്ടി കാൻഡിഡേറ്റിന് അതിന് ആവശ്യമില്ല. അതാണ് അതിന്റെ സാങ്കേതികത്വം. ഇതിലെന്താ വിഷയം എന്ന് വെച്ചാൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത പാർട്ടി അല്ലല്ലോ, കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടി അല്ലല്ലോ. ആദ്യമായിട്ടാണ് അതല്ലാത്തത് കൊണ്ടാണ് ആ വിഷയമാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയല്ല നിലമ്പൂരിൽ UDFനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിലമ്പൂരിലെ ജനതയ്ക്ക് വേണ്ടി പിണറായിസം എന്ന അൻവർ ഉയർത്തിവിട്ട വലിയൊരു രാഷ്ട്രീയ അസ്ത്രമുണ്ട്. അതാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആദ്യം സംസാരിച്ച ആൾ, ഞാൻ വളരെ കുറച്ചേ കേട്ടിട്ടുള്ളൂ, അദ്ദേഹം പറയുന്ന കണക്കുകളും കാര്യങ്ങളും. ഇന്ന് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും നടത്തുന്ന പ്രചരണങ്ങൾ അൻവർ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രതലത്തിൽ ഉയർത്തിവിട്ട ആരോപണങ്ങളാണ്. പിണറായിസമാണെങ്കിലും മരുമോനിസമാണെങ്കിലും അതുപോലെ തന്നെ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ഈ നിലമ്പൂരിൽ ഞാനിപ്പോൾ നിന്ന് സംസാരിക്കുന്നത് ചുങ്കത്തറയാണ്. മലപ്പുറം ജില്ലയിലെ ചുങ്കത്തറയിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, ഡിബേറ്റ് ചെയ്യുന്നത്. ഈ ഒരു പിണറായിസവും അതുപോലെ തന്നെ ഈ ദുർഭരണവും അവസാനിപ്പിക്കുവാന്നതിന് വേണ്ടി ഈ ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തടക്കം, ഞാൻ വരുന്ന വയനാട് ജില്ലയിലെ പനമരം ഗ്രാമപഞ്ചായത്തടക്കം UDFന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് അൻവർ UDFന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണമെന്ന തീരുമാനത്തോടു കൂടിയാണ് യാത്ര ആരംഭിച്ചത്. പക്ഷേ അൻവറിനെ പൊതുമധ്യത്തിൽ ഉടുവസ്ത്രമഴിക്കുന്ന രീതിയിൽ അപമാനിക്കുന്ന ഘട്ടം വന്നപ്പോൾ ഏറ്റവും അവസാനമായി പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അൻവർ മത്സര രംഗത്തേക്കില്ല എന്ന് തീരുമാനിച്ചതാണ്. അവസാനം VD സതീശൻ വാതിലടച്ചു എന്ന് പറഞ്ഞ അവസരത്തിലാണ് AITCക്ക് കത്തയക്കുന്നത്. ഞങ്ങൾ മത്സര സാന്നിധ്യം സന്നദ്ധത അറിയിച്ചുകൊണ്ട് കത്തയക്കുന്നത്. അതിന് 31-ാം തീയതിയാണ് 30-ാം തീയതിയാണ് കത്ത് കൊടുക്കുന്നത്. 31-ാം തീയതി AITC അതിന് അനുവാദം നൽകിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കേണ്ട റിക്വസ്റ്റ് അടക്കം ഇന്ന് സോഷ്യൽ മീഡിയകളിലും മാധ്യമങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അൻവർ മമതയെ പറ്റിച്ചോ എന്നുള്ള ടൈറ്റിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇങ്ങനെ ഈ സംസ്ഥാന പാർട്ടി ആയിട്ട് കൂടി, അല്ല, ഇത് കൊൽക്കത്തയിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടി ആയിട്ട് കൂടി അസമിലും ത്രിപുരയിലും ഒക്കെ മത്സരിക്കുവാനായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവാദം കൊടുത്തിരുന്നു. അതാത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭിപ്രായം ആരായുകയും അതനുസരിച്ച് അവിടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുവാൻ, തൃണമൂൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുവാൻ അവസരം കിട്ടിയതാണ്. പിന്നെ ഇവിടെ ഉണ്ടായ സാങ്കേതികത്വം ഇത് മാത്രമാണോ? ഈ കത്ത് കൊടുക്കാൻ വൈകിയത് മാത്രമാണോ? അപ്പോൾ ഈ പിന്താങ്ങുന്നവരുടെ ഒപ്പുകളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളൊരു പ്രശ്നമേ അല്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ അത് ബോധപൂർവമാണെന്ന് പറയേണ്ടി വരും. ഈ പിന്താങ്ങുന്നവർ എത്ര വേണം എന്ന് പോലും അറിയാത്തവരാണോ എന്ന്. അല്ല,
അല്ലല്ല, പിന്താങ്ങുന്നവരുടെ പ്രശ്നം ഒരു 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 പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് 10 ആളുകൾ പിന്താങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കുകയുള്ളൂ. ഒരു ഒരു പാർട്ടിയുടെ ലേബലിൽ, ഒരു ദേശീയ പാർട്ടിയോ സംസ്ഥാന പാർട്ടിയുടെ ലേബലിൽ മത്സരിക്കുന്ന സമയത്ത് ആ ഒരു മാനദണ്ഡം ഇല്ല എന്നാണ് നമ്മളിപ്പോൾ ഇതുവരെ മനസ്സിലാക്കിയത്. അതിൻ്റെ സാങ്കേതികത്വങ്ങൾ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് അത് ഏതാണ് ചില സാങ്കേതിക, എന്തായാലും മമതാ ബാനർജിയെ പറ്റിക്കുവാനോ അല്ലെങ്കിൽ TMCയുടെ കാൻഡിഡേറ്റായി മത്സരിക്കുമെന്ന പിന്നെ എന്താ പറയാ ഒരു വാർത്ത പുറത്തുവിട്ടുകൊണ്ട് സ്വതന്ത്രമായിട്ട് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ മമതാ ബാനർജിയെ കൊണ്ടുവരും, TMCയുടെ നേതാക്കന്മാരെ എല്ലാം കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇനി അവരൊന്നും അൻവറിന് വേണ്ടി പ്രചാരണത്തിന് എന്തായാലും നിലമ്പൂരിലേക്ക് വരികയില്ലല്ലോ. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടല്ലേ മത്സരിക്കുന്നത്. മഞ്ജുഷ ഒരു മൂന്നും ഇന്നൊരു 3:30 ആയപ്പോൾ AITCയുടെ ദേശീയ നേതൃത്വത്തിന്റെ പത്രക്കുറിപ്പ് വന്നിട്ടുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടോന്നറിയില്ല. PV അൻവർ സ്വതന്ത്രനായാലും PV അൻവറിനെ പിന്തുണച്ചുകൊണ്ട് AITCയുടെ സ്ഥാനാർത്ഥിയായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റിദ്ധരിച്ചതല്ല, തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. അവർക്കും അറിയാം ഈ വിഷയത്തിലുണ്ടായ പാകപ്പിഴവുകൾ, അപാകതകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഈ സ്ഥാനാർത്ഥി മത്സരിക്കണോ വേണ്ടയോ എന്നുള്ള ആശയക്കുഴപ്പത്തിൻ്റെ ആ ഒരു കാലയളവിൽ വന്ന ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് തീർത്തും അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി പൂർത്തീകരിക്കാൻ അവസരം തരണം. അപ്പോൾ ഈ മലപ്പുറം ജില്ലയിൽ ആദ്യം സംസാരിച്ച ആള് UDFന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞൊരു രാഷ്ട്രീയമുണ്ട്. ഈ മലപ്പുറത്ത് ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം ഈ മലപ്പുറത്തെ ഭീകര കേന്ദ്രമായി, ക്രിമിനൽ കേസുകളുടെ താവളമായി ചിത്രീകരിച്ചുകൊണ്ട്, അതാണ് ഇന്ന് ഇവിടെ മലപ്പുറം ചർച്ച ചെയ്യുന്ന വിഷയം. ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് PV അൻവറാണ്. അപ്പോൾ PV അൻവറിനെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേപോലെ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ പിന്നിൽ ഈ നിലമ്പൂരിൻ്റെ മണ്ണിൽ, ഈ നിലമ്പൂരിലെ ജനങ്ങൾ PV അൻവറിനെ ഒരു ബ്രാൻഡായി കണ്ടുകൊണ്ട് PV അൻവറിന്റെ പിന്നിൽ അണിനിരക്കുന്നതാണ്. നിങ്ങൾ കണ്ടു, ഇന്നലെ റോഡ് ഷോ കണ്ടു, നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി 9 വർഷത്തോളം ഈ നിലമ്പൂർ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത PV അൻവറിന് ഇപ്പോൾ ജനസ്വാധീനം അതിലേറെ വർദ്ധിച്ചു എന്ന് ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് തോന്നുന്നില്ല കേട്ടോ. അങ്ങനെയില്ല, അങ്ങനെ ആ ഒരു ജനസഞ്ചയം കണ്ടിട്ട് പോലും അങ്ങനെ തോന്നുന്നില്ല. നേരത്തെ LDF അല്ല CPMന്റെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞു ഇറങ്ങിപ്പോകുന്ന സമയത്തുള്ള ആ ഒരു പിന്തുണ പോലും ഉണ്ടോ എന്ന് തോന്നുന്നില്ല ഇപ്പോൾ. അന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ കുറേയേറെ കാര്യങ്ങളുണ്ടായി. സംസ്ഥാന സർക്കാരിനെതിരെയായിരുന്നു അദ്ദേഹം, ഒപ്പം പ്രവർത്തിച്ച പിണറായി വിജയനെതിരെയായിരുന്നു, മുഖ്യമന്ത്രിക്കെതിരെയായിരുന്നു, റിയാസിനെതിരെയായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ മാറ്റി മാറ്റി പറയുന്നു. അതുപോലെ തന്നെ എന്താണ് ലക്ഷ്യമെന്ന് പറയുന്നില്ല. ആർക്കെതിരെയാണ് തന്റെ പോരാട്ടം എന്ന് അൻവർ പറയുന്നില്ല. അതാണ് ഞാൻ ചോദിച്ചത്, ഏത് ഇസത്തിനെതിരെയാണ് അൻവറിന്റെ പോരാട്ടമെന്ന്. ഇപ്പോൾ വന്ന് UDFന്റെ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് അൻവർ നിലമ്പൂരിൽ. അല്ല, അത് ഇപ്പോൾ അന്നുണ്ടായിരുന്ന ജനസമിതി ഇന്ന് ഇല്ല എന്ന് നമ്മളെങ്ങനെ വിലയിരുത്തും? അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ ഏതെങ്കിലും വിഷയത്തിന് ഒരു ക്ലാരിറ്റി വരുത്താൻ ഈ ഇടതുപക്ഷ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ടോ? അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങൾക്ക് ഏതെങ്കിലും ആരോപണങ്ങൾ അത് സത്യസന്ധമല്ല എന്ന് വരുത്തി തീർക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇവിടെ വന്നിട്ടുണ്ടോ? ഒന്നുമില്ല. ഇന്നും അത് അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എല്ലാം അന്വേഷിച്ച് തള്ളിയിട്ടുണ്ട്. മാത്രമല്ല അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ UDF പോലും ഏറ്റെടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. UDF ആ വിഷയം ചർച്ച ചെയ്യാനേ ആഗ്രഹിക്കുന്നില്ല. ശരി, ആരന്വേഷിച്ച് തള്ളി? സംസ്ഥാന സർക്കാരിന് തന്നെ പല ഏജൻസികളും. അത് ശരിയാണ്, അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ആ രീതിയിലല്ല അന്വേഷിക്കേണ്ടിയിരുന്നത്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള അന്വേഷണങ്ങളെ നടക്കുകയുള്ളൂ. അതിനൊരു ഫോളോ അപ്പും കൃത്യമായിട്ട് അൻവറും ചെയ്യുന്നില്ല ശ്രീ ഷൗക്കത്ത്. കാരണം അദ്ദേഹം കാര്യങ്ങൾ മാറ്റി മാറ്റി പറഞ്ഞ് അദ്ദേഹത്തിന്റെ അടുത്ത ലക്ഷ്യത്തിലേക്ക് അൻവർ പോയിരിക്കുകയാണ്. UDFൽ കയറുക എന്നുള്ളതാണ് അൻവറിന്റെ ലക്ഷ്യം. അത് നടപ്പാകുന്നില്ല. അപ്പോൾ അദ്ദേഹം ഈ ഗോൾ പോസ്റ്റ് മാറ്റി മാറ്റി വരുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് LDFന് തലവേദനയായി മാറേണ്ട PV അൻവർ ഇപ്പോൾ നിലമ്പൂരിൽ UDF തലവേദനയായി മാറുകയാണ് മത്സരിക്കാൻ വന്നതോടുകൂടി. ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, പക്ഷേ